കേരളത്തിൽ വരുന്നത് കേരളത്തിൽ ഹൈലി കമ്മ്യൂണലൈസ്ഡ് ആയിട്ടുള്ള വോട്ട് തന്നെയാണ്. അത് പോളിഷ്ഡ് രൂപത്തിലായിരിക്കും. അപ്പൊ കേരളത്തിലെ സെക്കുലർ പാർട്ടി എന്നാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം SDP സെക്കുലർ പാർട്ടിയാണ്, ജമായത്ത് ഇസ്ലാമി സെക്കുലർ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടിയാണ്, BJP മാത്രമാണ് വർഗീയ പാർട്ടിയായിട്ടുള്ളത്. ബാക്കി സെക്കുലർ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, ഇപ്പോഴത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 47% ന്യൂനപക്ഷങ്ങളായിരിക്കും കേരളത്തിൽ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, 5 ജില്ലകളിൽ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചുള്ള ആ ന്യൂനപക്ഷ വോട്ടുകൾ BJP എതിർക്കുന്നത് പൊളിറ്റിക്കലായിട്ടല്ല, ഒരർത്ഥത്തിൽ കമ്മ്യൂണലായിട്ടാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഗുണങ്ങളുടെ അല്ലെങ്കിൽ ദോഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എതിർക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എതിർക്കുന്നത്, കമ്മ്യൂണിറ്റി എന്നുള്ള തലത്തിൽ അവർ എതിർക്കുന്നത് ആ ഒരു ഗവൺമെന്റിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കില്ല. പക്ഷെ അതിനൊരു പൊളിറ്റിക്കൽ റീസൺ എന്നും പറയാൻ കഴിയില്ല. കാരണം പൊളിറ്റിക്കൽ റീസൺ ആണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് പൊതു സ്വഭാവം വരില്ലല്ലോ. ഇപ്പൊ ഹിന്ദുക്കൾ എല്ലാവരും ഒരു പൊളിറ്റിക്സിലല്ല നിൽക്കുന്നത്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഒരേ ആംഗിളിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കമ്മ്യൂണിറ്റി. ഉദാഹരണം മലപ്പുറം ജില്ലയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറയുക.